ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ്. അപ്പോൾ അത് വോവൺ വീൽ സ്റ്റിച്ച് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ വോവൺ റോസ് സ്റ്റിച്ച് എന്നും പറയാറുണ്ട്. അപ്പോൾ വോവൺ വീൽ എങ്ങനെ നമുക്ക് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഒരു 3 വേരിയേഷനായിട്ട് ഞാൻ 3 തരത്തിൽ ചെയ്ത് കാണിച്ചു തരാം. സെയിം സ്റ്റിച്ച് തന്നെയാണ്. നമുക്കൊരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിനെ 5 ഭാഗങ്ങളായിട്ട് ഇതുപോലെ പാർട്ടീഷൻ ചെയ്യുക. അപ്പോൾ അത് പാർട്ടീഷൻ ചെയ്യുമ്പം നമുക്കെപ്പോഴും ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ 7 അങ്ങനെയുള്ള സംഖ്യകളായിരിക്കണം എടുക്കുന്നത്. അതായത് ഓഡ് നമ്പേഴ്സിലായിരിക്കണം ഇത് ഡിവൈഡ് ചെയ്യേണ്ടത്. ഈ സർക്കിളിനെ ഈവൻ നമ്പറിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പം ആ സ്റ്റിച്ച് അങ്ങനെ ആയിരിക്കില്ല ഇരിക്കുന്നത്, വേറൊരു തരത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഈ ഓഡ് നമ്പേഴ്സിൽ ഡിവിഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒന്നെങ്കിൽ വരയ്ക്കാം, ഇതുപോലെ വരയായിട്ടിടാം, അല്ലെങ്കിൽ ഇതുപോലെ സർക്കിളിൽ ഡോട്ട് ഇട്ടാൽ മതി. നമുക്ക് തയ്ച്ച് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 6 സ്ട്രാൻഡ്സ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് ത്രെഡാണ്. സിംഗിൾ ഷെയ്ഡ് വെച്ചും ചെയ്ത് കാണിച്ചു തരാം. ആദ്യം തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ ഓരോ വരയിലും ഇതുപോലൊരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിൽ കുത്തിയിറക്കി വീണ്ടും അടുത്ത ലൈനിലേക്ക് പോവുക. ഇതുപോലെ ഇതിൻ്റെ 5 ലൈനുകൾ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഈ സെൻറ്ററിനോട് ചേർന്ന് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് കുത്തി മുകളിലേക്ക് എടുക്കാം. ഇതുപോലെ. എന്നിട്ടിനി നമുക്ക് ഇതിൻ്റെ ഈ ഓരോ പെറ്റൽ കൊടുത്തിട്ടില്ലേ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നീഡിൽ വെച്ച് കോർത്തെടുക്കാം. ഇവിടെയാണല്ലോ കുത്തി മുകളിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തേൻ്റെ അടിയിൽ കൂടി എടുത്തു. ഇനി നെക്സ്റ്റ് പെറ്റൽ നമ്മൾ സ്കിപ്പ് ചെയ്യണം, അടുത്തതിൻ്റെ അടിയിൽ കൂടെ എടുക്കണം. അടുത്തത് സ്കിപ്പ് ചെയ്യുക, അടുത്തതിൻ്റെ അടിയിൽ കൂടെ. അങ്ങനെ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതായത് ഒരെണ്ണത്തിൻ്റെ അടിയിൽ കൂടിയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ കൂടെ, അടുത്തതിൻ്റെ അടിയിൽ കൂടെ, അങ്ങനെയാണ് അത് വരേണ്ടത്. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, കുറച്ച് ലൂസായിട്ട് വേണം തയ്ക്കാനായിട്ട്, വല്ലാതെ വലിച്ചു മുറുക്കരുത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ 6 സ്ട്രാൻഡ്സ് എന്നുള്ളത് ഇങ്ങനെ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കോർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു 12 സ്ട്രാൻഡ്സ് ഒക്കെ എടുക്കാം. പെട്ടെന്ന് ഫില്ലായി കിട്ടും. ഇതുപോലെ നമുക്കിത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം. ഇതുപോലെ തയ്ച്ച് ഒടുവിലെത്തുമ്പോൾ നമുക്കിതുപോലെ ഇതിനിടയിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നീഡിൽ താഴേക്ക് താത്തിയാൽ മതി. ഇതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ, വല്ലാണ്ട് ടൈറ്റ് ചെയ്യരുത്. ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് വരുന്നത്. ഇത് വോവൺ വീൽ സ്റ്റിച്ചിൻ്റെ ഏറ്റവും നോർമലായിട്ടുള്ള സ്റ്റിച്ചിങ് ആണിത്. ഇനി അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷൻ കാണിച്ചു തരാം. അടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വോവൺ വീൽ സ്റ്റിച്ചിൻ്റെ കൂടെ ഒരു ലേസി ഡേസിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ഈ അകത്തേക്ക് കൊടുക്കുന്ന ഈ പെറ്റൽ കൊടുക്കുമല്ലോ, ലൈനുകൾ, അതിന് ഞാനിവിടെ ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് വെച്ച് ഇത് ചെയ്തതിന് പകരം അവിടെ ലേസിയാണ് ചെയ്യുന്നത്. ഇതുപോലെ സെൻറ്ററിൽ കുത്തിയെടുക്കുക. ഓരോ പെറ്റലിലേക്കും ലേസി ചെയ്യുക. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്മൾ സർക്കിൾ കൊടുത്തേക്കുന്നതിനെ കാട്ടി കുറച്ചുകൂടെ കയറ്റിയെടുക്കുക. നമുക്കവിടെ ആ ഗ്രീൻ ഷെയ്ഡ് കാണണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടെ കയറ്റിയിട്ട് ഇതുപോലെ ലേസി ചെയ്യുക.
വീണ്ടും സെൻറ്ററിൽ കുത്തിയെടുത്തിട്ട് അടുത്ത പെറ്റൽ. ഇങ്ങനെ ഈ 5 പെറ്റലും ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ സെൻറ്ററിനോട് ചേർന്ന് ഇനി വേറൊരു ഷെയ്ഡ് എടുത്തിരിക്കുന്നത് ഗ്രീനിന് ഫ്ലവറിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുക്കുക. ഞാനിവിടെ 6 strands തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിനോട് ചേർന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നീഡിൽ ഇതുപോലെ മുകളിലേക്ക് കുത്തിയെടുക്കുക. കുത്തിയെടുത്തു. ഇനി നേരത്തെ ഇത് ചെയ്തതുപോലെ തന്നെ ഈ ഓരോ ലേസിയുടെയും ഇടയിൽ കൂടെയാണ് ഒന്നരാടമുള്ള ലേസികളുടെ ഇടയിൽ കൂടെ ഇതുപോലെ കോർത്തെടുക്കുക. ഓരോന്ന് സ്കിപ്പ് ചെയ്ത് വേണം. ഇതിൻ്റെ അടിയിലെടുത്താൽ ഇത് സ്കിപ്പ് ചെയ്യണം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഒടുവിലെത്തുമ്പോൾ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് കുത്തിയിറക്കുക. ടൈറ്റായി പോകരുത്. ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് ഈ സ്റ്റിച്ച് ഇരിക്കേണ്ടത്. ഇതുപോലെ വരും. ഇതിപ്പോൾ നമ്മൾ ആ ലൈനിലേക്ക് ഈ സർക്കിൾ വരച്ചതിനെക്കാട്ടി കുറച്ചുകൂടെ കയറ്റി തയ്ച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലീഫ് പോലെയും കൂടെ ഇതിൽ നിൽക്കും. ഇനി ഇത് ചെയ്യാനായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചെറിയ സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഇവിടേക്ക് കുത്തിയെടുക്കുന്നത്. സെൻറ്ററിൽ നിന്ന് കുത്തുന്നില്ല, ഇവിടുന്ന്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അതായത് കുറച്ച് വലിയ റൗണ്ടായിട്ടുള്ള ഫ്ലവറൊക്കെ ചെയ്യേണ്ടി വരുമ്പം നമുക്ക് സെൻറ്റർ ഇതുപോലെ വേറെ എന്തെങ്കിലും വെച്ച് ഫില്ല് ചെയ്തിട്ട് തയ്ക്കാം. അത് ഭംഗിയായിരിക്കും. അതുപോലെ പെട്ടെന്ന് ഫില്ലായി കിട്ടുകയും ചെയ്യും. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ സെൻറ്ററിൽ ഒരു ഷെയ്ഡ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ഷെയ്ഡ് കളർ ഇട്ടിട്ട് ഇതിനകം മുഴുവൻ ചെറിയ ഫ്രഞ്ച് നോട്ടുകൾ ഫില്ല് ചെയ്യാം. ഇതുപോലെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഫ്രഞ്ച് നോട്ട് ചെയ്ത് ആ ചെറിയ സർക്കിൾ മുഴുവൻ ഫില്ല് ചെയ്യാം. ഒട്ടും ഗ്യാപ്പില്ലാതെ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഫ്രഞ്ച് നോട്ട് ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രഞ്ച് നോട്ട് അതുപോലെ ലേസിയൊക്കെ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയൽസ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ അറിയാത്തവർ അതിൻ്റെ വീഡിയോ ഒന്ന് പോയി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും ഇട്ടേക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ വേറൊരു ഷെയ്ഡ് എടുത്തിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് ത്രെഡ് 6 strands തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഓരോ ലൈനുകളും സ്ട്രെയിറ്റ് സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ കുത്തിയെടുത്തു. ആ ഫ്രഞ്ച് നോട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് വേണം കുത്തിയെടുക്കാൻ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ ഇടയിലായിട്ട് സെൻറ്ററിൽ ഈ ഫ്രഞ്ച് നോട്ട് ചേർന്ന് ഇതുപോലെ കുത്തിയെടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഓരോ സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടി ഇതുപോലെ ഒന്നരാടമുള്ള സ്റ്റിച്ചുകളുടെ ഇടയിൽ കൂടി ഇതുപോലെ കോർത്തെടുത്ത് ഇത് മുഴുവനും ഫില്ല് ചെയ്യുക. നമുക്ക് ഈ കോർക്കിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 6 strandsന് പകരം 12 strands ഉപയോഗിക്കാം. ഒരുപാട് ടൈറ്റായി പോകാതെയും ക്ലോത്തിൽ കുത്താതെയും ശ്രദ്ധിക്കണം.
നമുക്കതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീഡിലിൻ്റെ ബാക്ക് വെച്ച് ഇതുപോലെ കോർത്തെടുത്താലും മതി. വലിയ റൗണ്ടുകൾ ചെയ്യുമ്പം നമുക്ക് ഈ 5-ന് പകരം 7 പെറ്റലുകൾ കൊടുത്താൽ ഈ ഗ്യാപ്പ് കുറഞ്ഞ് കിട്ടും. നമ്മൾ ഈ എടുക്കുന്നതിൻ്റെ ഗ്യാപ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടും, കുറച്ചുകൂടെ വലിയ റൗണ്ടൊക്കെ ആണെങ്കിൽ. ഇതുപോലെ നമുക്കിത് മുഴുവനും ഫില്ല് ചെയ്ത് തീർക്കാം, കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് എവിടെയെങ്കിലും താഴേക്ക് ഇതുപോലെ കുത്തി ഫിനിഷ് ചെയ്യാതെ. നമ്മുടെ ഈ സ്റ്റിച്ച് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിതുപോലൊരു ഹെറിംഗ് പോൺ വെച്ചിട്ടാണ് ഇതിനൊരു ലീഫ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു പിസ്റ്റൽ സ്റ്റിച്ചുമാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഒരുപാട് സ്ഥലത്ത് എംബ്രോയ്ഡറിയിൽ ഒത്തിരി ഉപയോഗിക്കാൻ പറ്റിയ എളുപ്പമുള്ളൊരു സ്റ്റിച്ചുമാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.